ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കും. ഇവിടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞ കാര്യമാണല്ലോ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അഥവാ യഥാർത്ഥമായ ഒരു തോട്ടത്തിലാണ് നമ്മെ കർത്താവ് നട്ടിരിക്കുന്നത്, ഒരു ഉത്തമകരമായ സഭയാം തോട്ടത്തിൽ. ഉത്തമഗീതം 4:11-12 വാക്യങ്ങളിൽ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ എന്നിത്യാദി പദങ്ങളാണ് അവിടെ വിശേഷണങ്ങളായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ തോട്ടം ഒരു സ്വകാര്യ തോട്ടമാണ്. അത് രാജാവിന് വേണ്ടി മാത്രമുള്ളതാണ്. രാജാവ് തോട്ടത്തിൽ ചെന്നാൽ അതിൻ്റെ സൗന്ദര്യം കണ്ട് ആനന്ദിക്കും എന്നുള്ളതാണ്. മനോഹരമായി കെട്ടിയടച്ച ഒരു തോട്ടമായിരിക്കാനാണ് കാന്തയെപ്പറ്റി രാജാവ് ആഗ്രഹിക്കുന്നത്. ഈ തോട്ടത്തിൽ എല്ലാവർക്കും അഥവാ എല്ലാ വകകൾക്കും പ്രവേശനമില്ല. കാന്തയുടെ ഹൃദയം ഒരിക്കലും ലോകത്തിൻ്റെ മലിനതകൾക്ക് വേണ്ടി തുറക്കരുത് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അടച്ചിരിക്കുന്നതും മുദ്രയിട്ടിരിക്കുന്നതും ആയിരിക്കണം. പരിശുദ്ധാത്മാവെന്ന ആ മുദ്രയിടപ്പെട്ട അവസ്ഥ. കാന്തയുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഉത്തമഗീതം 4:16 കാണുവാൻ കഴിയുന്നത്. വടതിക്കാറ്റേ ഉണരുക, തെന്നിക്കാറ്റേ വരിക, എൻ്റെ തോട്ടത്തിൽ സുഗന്ധം വീശേണ്ടതിന് അതിന്മേൽ ഊതുക. അതാണ് കാന്തയുടെ പ്രാർത്ഥന. എൻ്റെ പ്രിയൻ തൻ്റെ തോട്ടത്തിൽ വന്ന് അതിലെ വിശിഷ്ട ഫലം ഭുജിക്കട്ടെ എന്നാണ് അവിടെ ചേർത്ത് പ്രാർത്ഥിക്കുന്നത്. വടതിക്കാറ്റ് അത് കഠിനമേറിയ തണുത്ത കാറ്റാണ്. തെന്നിക്കാറ്റ് സന്തോഷപ്രദവും ആണ്. പലപ്പോഴും ശോധനകളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലും അപ്പോൾ തന്നെ സന്തോഷവും ആ സൗരഭ്യവും ഉള്ള അവസ്ഥയിലും രണ്ടായിരുന്നാലും കാന്തയ്ക്ക് വിഷമമില്ല. കാരണം കാന്തൻ കൂടെയുണ്ട്. പ്രതികൂലത്തിൻ്റെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും എപ്പോഴും കാന്തൻ കൂടെയുള്ളത് കൊണ്ട് വടതിക്കാറ്റിൻ്റെ കാഠിന്യമേറിയ അനുഭവത്തിലും കാന്തയ്ക്ക് യാതൊരു വൈഷമ്യവും ഇല്ല. ആ കാറ്റ് വന്ന് തോട്ടത്തിൽ സുഗന്ധം വീശേണ്ടതിന് അടിക്കുവാനുള്ള പ്രാർത്ഥനയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2:38 മുതൽ 42 വരെയുള്ള ഭാഗങ്ങളിൽ പത്രോസിന്റെ പ്രസംഗത്തിൽ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെടുവീൻ അഥവാ രക്ഷിക്കപ്പെടുവീൻ എന്ന് തുടങ്ങി ആ പ്രസംഗത്തിൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അഥവാ വേർപാടിൻ്റെയും വിശുദ്ധിയുടെയും അനുഭവത്തിൽ സഭ മുൻപോട്ട് പോകേണ്ടുന്ന അനുഭവമാണ് ഇവിടെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സഭയാം തോട്ടം എങ്ങനെയിരിക്കുന്നു? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില പുരോഹിതന്മാർ അവർ ചെയ്ത പ്രസംഗങ്ങൾ, വേദനയോടുകൂടെ ചെയ്ത പ്രസംഗങ്ങൾ, സഭയ്ക്കകത്ത് നടക്കുന്ന മലിനതകൾ ഒക്കെ വിഷമത്തോടുകൂടി അവർ അത് തുറന്നു പറഞ്ഞപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുവാനായിട്ട് ഇടയായി തീർന്നു. ചിലർക്കൊക്കെ മുറിവേറ്റു. ആയതുകൊണ്ട് ചിലതൊക്കെ പിന്നീട് ഡിലീറ്റ് ചെയ്തതായിട്ടും കാണുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് സഭയാം തോട്ടം ഭാഷന്റെയും മലിനതകളുടെയും
തോട്ടമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതിൻ്റെ നടുവിൽ കാന്തൻ യഥാർത്ഥ തൻ്റെ കാന്തയെ വിശുദ്ധിക്കായി വിളിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പലപ്പോഴും ഇന്ന് വിവാഹവേദികളിൽ പോലും നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധ വിവാഹമെന്ന് പറഞ്ഞ് ആശീർവദിക്കുന്നത് വിവാഹത്തിന് മുമ്പ് തോന്നിയവാസ ജീവിതങ്ങളൊക്കെ നടത്തി പല നിലകളിൽ കറങ്ങി നടക്കുന്ന കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് ചിലപ്പോൾ വിവാഹവേദികളിൽ വിശുദ്ധ വിവാഹമെന്ന് പറഞ്ഞ് നടത്തിക്കൊടുക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാരെ വിളിച്ചു കൊണ്ടുവന്ന് ആശീർവദിക്കുന്ന മലിനമായ അനുഭവങ്ങളും പലയിടങ്ങളിലും ഇന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതും വലിയ യാഥാർത്ഥ്യമാണ്. എന്നാൽ ഓർക്കുക, ദൈവത്തിന്റെ സഭയാം തോട്ടത്തെ നശിപ്പിക്കുവാനായിട്ട് ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. തൻ്റെ കാന്ത വിശുദ്ധയായിരിക്കേണ്ടതാണ് എന്നതാണ് ദൈവത്തിന്റെ വചനം ആദിയോടം നമ്മെ ഉപദേശിക്കുന്നത്. ആ വിശുദ്ധ ജീവിതത്തിനായിട്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് സഭയെ ശുദ്ധീകരിക്കുവാൻ വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നല്ലൊരു ചേർത്തണച്ചു